വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ മിൽമയിലാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് മിൽമയിൽ ജോലി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. അപ്പം മിൽമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആഗസ്റ്റ് 7-ാം തീയതിക്ക് മുന്നായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാമെങ്കിൽ നമുക്ക് മിൽമയിൽ ഒരു ജോബിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അത് കോൺട്രാക്ട് ബേസിലാണ് ജോബ് വരിക. 25,000-ന് മുകളിലുണ്ട് സാലറി. അപ്പം സാലറിയുടെ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾക്ക് അതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്താണ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇനി ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള കോപ്പറേറ്റീവ് മിൽമ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിൽ ആഗസ്റ്റ് 7-ന് മുമ്പായിട്ട് അവരൊരു ജോബ് വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. താൽക്കാലിക നിയമനമാണ് വരിക. മിൽമയിൽ സിസ്റ്റം സൂപ്പർവൈസർ എന്ന വേക്കൻസിയിലേക്കാണ് നിയമനം നടത്തുക. ആകെ ഒഴിവെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. കരാർ നിയമത്തിലായിരിക്കും അവർ പോസ്റ്റിംഗ് നടത്തുന്നത്. അല്ലാതെ പെർമനൻറ്റ് ജോബല്ല. ജസ്റ്റ് നമ്മൾ ഒരു വർഷത്തേക്കിന് താൽക്കാലികമായിട്ട് അവർ എടുക്കുന്നതാണ്. ഒരു വർഷമാണോ അത്രയൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. താൽക്കാലിക നിയമനമെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശമ്പളം വരുന്നത് 29,400 രൂപയാണ് സാലറി വരിക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത്രയൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് നല്ല കാര്യം കേട്ടോ. ഗവൺമെൻറ് ജോബിലും കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പ്രായപരിധി എത്രയാണെന്ന് വെച്ചാൽ ഏജ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പ്രായപരിധി ചട്ടങ്ങൾക്ക് വിധേയമായിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ PG അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ അതിനും അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മുൻപരിചയം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്. അപേക്ഷകളിൽ അവർ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഇപ്പം ഒരുപാട് അപേക്ഷകൾ വന്നെങ്കിൽ അവർ എഴുത്ത് പരീക്ഷ നടത്തി ഇൻ്റർവ്യൂ ചെയ്ത് പിന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇതിലൊക്കെ വരും ഷോർട്ട് ലിസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മളെ എന്ത് ചെയ്യത്തുള്ളൂ, അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഇവരുടെ സൈറ്റിൽ കയറി എന്ത് ചെയ്താൽ മതി, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അവിടെ തന്നെ അപേക്ഷ ഫോറം ക്ലിക്ക് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അപേക്ഷ ഫോറം കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടേക്കുക. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടേക്കുക. പിന്നെ എഴുത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ചിലപ്പം നമ്മുടെ ഭാഗ്യത്തിന് ചിലർ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോബിന് കയറാൻ പറ്റും. അപ്പം നമ്മൾ ഒന്നിനും മടിച്ച് നിൽക്കരുത്. ഒരുപാട് പേരുണ്ടായിരിക്കും, എഴുത്ത് പരീക്ഷയുണ്ട്, എക്സാം ഉണ്ട് എന്നൊക്കെ കരുതി മടിച്ച് നിൽക്കരുത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുക, ചുമ്മാ ഒരു അപേക്ഷ അങ്ങനെ സമർപ്പിച്ചിട്ടേക്കുക. ഗവൺമെൻറ് ജോലിയല്ലേ, ഇപ്പോൾ എവിടെ നിന്നാണ് ഭാഗ്യം വരിക എന്നറിയത്തില്ലല്ലോ. നമുക്ക് ചിലപ്പോൾ ഈ ജോബ് ആവശ്യത്തിക്കുന്നെങ്കിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ഗവൺമെൻറ് ജോബിനൊന്നും അങ്ങനെ ഫേക്ക് ജോബായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. അല്ലാത്തതിനൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പേടിച്ച് അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഗവൺമെൻറ് ജോബിലേക്ക് ഇതുപോലെയുള്ള മിൽമയിലും കൃഷി വകുപ്പിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.